നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ചോതി നക്ഷത്ര ജാതരുടെ ഏകദേശം 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവരെ സ്വാധീനിക്കുന്ന ശനിദശാകാല ഗുണദോഷ ഫലങ്ങളാണ്. ഏതൊരു ചോതി നക്ഷത്ര ജാതനം ജനിക്കുന്നത് രാഹുർ ദശാകാലത്തിലാണ്. രാഹുർ ദശാകാലം എന്ന് പറയുന്നത് മാക്സിമം 18 വർഷമാണ് രാഹുർ ദശാകാലം അനുഭവത്തിൽ വരേണ്ടത്. എന്നാൽ എല്ലാ ചോതി നക്ഷത്ര ജാതകർക്കും 18 വർഷം രാഹുർ കിട്ടത്തില്ല. കാരണം ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി രാഹുർ ചിലപ്പോൾ 9 വർഷം കിട്ടാം, 10 വർഷം കിട്ടാം, 7 വർഷം കിട്ടാം, 6 വർഷം കിട്ടാം, 5 വർഷം കിട്ടാം, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ നമ്മളിത് പൊതു വീഡിയോ ആയിട്ട് പറയുമ്പോൾ 18 വർഷത്തിൻ്റെ പാതി ജന്മദശകളെ കണക്കാക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ജനിക്കുന്ന സമയം മുതൽ ഏകദേശം 9 വയസ്സ് വരെ ഒരു ചോതി നക്ഷത്ര ജാതനെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് രാഹുർ ദശാകാലമായിരിക്കും. 9 വയസ്സ് മുതൽ ഏകദേശം 25 വയസ്സ് വരെ വ്യാഴ ദശാകാലമായി. 25 വയസ്സ് മുതൽ ഏകദേശം 44 വയസ്സ് വരെ ശനി ദശാകാലമായിരിക്കും. നമ്മളിന്നിവിടെ ഗുണദോഷ ഫലങ്ങൾ ചിന്തിക്കുന്നത് ശനി ദശാകാലത്തിൻ്റെയാണ്. അതായത് 25 വയസ്സ് മുതൽ ഏകദേശം 44 വയസ്സ് വരെയുള്ള പ്രായത്തിൽ ഒരു ചോതി നക്ഷത്ര ജാതനെ സംബന്ധിച്ച് അയാൾക്ക് അനുഭവത്തിൽ വരാനിടയുള്ള ശനിദശാകാലത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ശനിദശാകാലത്തെ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ചോദിച്ചാൽ, ഏതൊരു ചോതി നക്ഷത്ര ജാതൻ്റെയും ജാതകമനുസരിച്ച് ആ വ്യക്തിയുടെ ജാതകത്തിൽ അയാളുടെ ജനിച്ച സമയത്ത് ശനി ഏത് രാശിയിൽ ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്ന് പരിശോധിക്കണം. ജാതകപ്രകാരം ശനി ശുഭാവസ്ഥയിൽ ശുഭഫലദാതാവായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. അതല്ല ദോഷഫലദാതാവായിട്ടാണ് നിൽക്കുന്നതെങ്കിലോ ദോഷഫലങ്ങൾക്കായിരിക്കും സാധ്യത. എങ്കിലും പൊതുവെ ഇവരെ സംബന്ധിച്ച് ശനിദശ എന്ന് പറയുന്നത് ഒരു വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും. അവരവരെ തന്നെ സ്ഫുടം ചെയ്തെടുക്കേണ്ടി വരുന്ന, തന്നത്തെ നമ്മൾ പറയാറില്ലേ, വീണാൽ എവിടെയെങ്കിലും വീണ് പോയാൽ സ്വയം കുത്തി എഴുന്നേറ്റ സ്വയം കൈ കുത്തി എഴുന്നേറ്റണം എന്ന് പറയുന്ന പാഠങ്ങൾ ഇവർ പഠിക്കാനിടയുള്ളൊരു കാലഘട്ടമായിരിക്കും. ഇവരുടെ ജാതകപ്രകാരം ശനീശ്വരൻ ശുഭനാണെന്ന് വിചാരിക്കുക, ശുഭസ്ഥിതനാണ് എങ്കിൽ എന്തൊക്കെ നേട്ടങ്ങളുണ്ടാകും. വിദേശത്ത് ജോലിക്ക് തേടി പോകുന്നവരെ സംബന്ധിച്ച് അവർക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഗുണഫലങ്ങൾ ഉണ്ടാകും ശനി ശുഭനാണെങ്കിൽ. ഉപരിപഠന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ബിരുദം നേടാൻ വേണ്ടിയിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ വിജയം ഉണ്ടാകുന്നതാണ്. കുടുംബപരമായിട്ടുള്ള സ്വത്ത് വകകളുടെ ലാഭം നേട്ടം ഉണ്ടാകും. പുതിയ വീട് നിർമ്മിക്കുവാൻ സാധിക്കും, ഭൂമി വാങ്ങിക്കുവാൻ സാധിക്കും. പാരമ്പര്യമായിട്ടുള്ള തറവാട് വീട് പോലും ഈ സമയം ഇവർക്ക് കിട്ടിയേക്കാം. പുതിയ വാഹനം വാങ്ങിക്കുവാൻ സാധിക്കും. ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ബിസിനസ്സിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ച് ബിസിനസ്സിലൊക്കെ അടിക്കടി വൻ ഉയർച്ച ഉണ്ടാകും. സർക്കാർ തലങ്ങളിലൊക്കെ ഉദ്യോഗത്തിലിരിക്കുന്നവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള അധികാര പദവികൾ ലഭിക്കും. സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റം, അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ബഹുമതികൾ, ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾക്ക്, സാമ്പത്തിക നേട്ടങ്ങൾക്ക് കാരണമായേക്കാവുന്ന തരത്തിലുള്ള ഗുണഫലങ്ങൾ ഒക്കെ ഈ കാലഘട്ടത്തിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വാർദ്ധക്യം ബാധിച്ചവരുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വത്തുവകകൾ കിട്ടാം. അല്ലെങ്കിൽ വാർദ്ധക്യം ബാധിച്ച അല്ലെങ്കിൽ തന്നെ കൂടുതൽ പ്രായം കൂടുതലുള്ളവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധവും അടുപ്പമൊക്കെ വരാം. ഏത് തരത്തിലുമുള്ള സാമ്പത്തിക ഇടപാടിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ വൻ വിജയമാകാനിടയുണ്ട്. കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കാം. വിദേശയാത്ര സംബന്ധമായിട്ടുള്ള ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശത്ത് നിന്ന് പോലും സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പല കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങളുണ്ടാവും. ഒരുപാട് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കഴുത, ഒട്ടകം, ചെമ്മരിയാട് തുടങ്ങിയിട്ടുള്ള ജീവികൾ വസിക്കുന്ന പ്രദേശങ്ങളിൽ
ആ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ധനം കൂടുതൽ കിട്ടാം, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവാം, കാര്യഗൗരവത്തോടെ തന്നെ കാര്യങ്ങൾ ചെയ്ത് നിൽക്കാൻ സാധിക്കും. എല്ലാത്തിനും ഒരു വെല്ലുവിളിയുടെ ഭാവം ദർശിക്കാനിടയായാൽ പോലും ആ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഈ തരിശു നിലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നേട്ടങ്ങൾ, പൊടിപ്പടലങ്ങൾ കൂടുതലായിട്ട് കാണുന്ന പ്രദേശങ്ങൾ, പാറമടകൾ, അതുപോലെ തന്നെ എംസാനിൻ്റെ കച്ചവടം, പാറപ്പൊടിയുടെ കച്ചവടം, അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളുടെ കച്ചവടം, ഖനന വസ്തുക്കളുടെ കച്ചവടം, ഒട്ടകവുമായി ബന്ധപ്പെട്ട മേഖലകളിലുള്ള കച്ചവടം, കഴുതയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലുള്ള കച്ചവടം, ഇങ്ങനെയൊക്കെയുള്ള കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ടോ കച്ചവട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടോ വ്യവസായ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ധനലാഭം പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ തന്നിൽ താഴ്ന്നവരുമായിട്ടുള്ള ഇടപാടിലൂടെയുള്ള ധനലാഭം. തന്നിൽ താഴ്ന്നവരെന്ന് പറയുമ്പം സാമ്പത്തികമായിട്ടോ ജാതീയമായിട്ടോ മതപരമായിട്ടോ ഒക്കെ വ്യത്യസ്ത വിഭാഗത്തിലുള്ളവരുമായിട്ടുള്ള ഇടപാടിലൂടെയുള്ള ധനലാഭം. ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലൂടെയുള്ള നേട്ടങ്ങൾ ശുഭനായിട്ടുള്ള ശനിദശാകാലത്ത് പ്രതീക്ഷിക്കാം. വളർത്തുമൃഗങ്ങളിൽ നിന്നുള്ള ആദായം, വളർത്തുമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കിട്ടുന്ന ചില സർക്കാർ സഹായങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള വളരെ ഗുണകരമായിട്ടുള്ള, കുടുംബകലഹമില്ലാതിരിക്കുക, കുടുംബത്തിൽ എല്ലാവരും രമ്യതയിലൂടെ പോവുക, വസ്തു തർക്കമൊന്നുമില്ല, ഓഹരി തർക്കമൊന്നുമില്ല, ഭാര്യ ഭർത്താവും തമ്മിൽ അഭിപ്രായ ഭിന്നതയില്ല, മക്കളുമായിട്ട് അടി ഇടി ബഹളം കേസ് വഴക്കൊന്നുമില്ല, പൊതുവെ ഒരു ഐക്യത്തിൻ്റെയും ശാന്തതയുടെയും തലത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുന്ന ഒരു തലത്തിലേക്ക് ശുഭനായിട്ടുള്ള ശനിദശാകാലം സഹായിക്കും. ഇനി ശനി നീചനാണെങ്കിലോ കടബാധ്യത കൊണ്ട് പൊറുതിയുമുണ്ട്. കടബാധ്യത കൊണ്ടൊരു പക്ഷേ നാട് വിട്ട് തന്നെ പോകേണ്ടി വന്നേക്കാം. വിദേശത്തേക്കൊക്കെ എന്തെങ്കിലും ജോലി തേടി പോയി കഴിഞ്ഞാൽ അവിടെയും വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകണമെന്നില്ല. അധ്വാന ഭാരം വർദ്ധിച്ചിരിക്കും. കുടുംബപരമായിട്ടുള്ള കലഹം, മക്കളും മാതാപിതാക്കളും മകളുമായിട്ട് കലഹം, ചേട്ടനും അനിയനുമായിട്ട് കലഹം, അമ്മയും മകനുമായിട്ട് കലഹം, നാട്ടുകാരും വീട്ടുകാരുമായിട്ട് കലഹം, മൊത്തം കലഹമയം, കേസ്, വഴക്ക്, അതിര് തർക്കം എന്ന് വേണ്ടില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ആത്മാഭിമാനത്തെ ചൊല്ലിയുള്ള തർക്കം, ഇങ്ങനെയൊക്കെയുള്ള ഒരു കലഹത്തിൻ്റെ സാധ്യത. അത് കഴിഞ്ഞാലും തൊഴിൽ മേഖലയിൽ ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റില്ല. ഒരിടത്ത് ചെന്നാൽ 2-3 മാസം നിൽക്കുക, അത് കഴിയുമ്പോൾ ഓടി പോകും. ഇനി സ്ഥിരം തൊഴിലിൽ നിൽക്കുന്നവരാണെങ്കിൽ അവർക്കതിലെ ഊമക്കത്ത് മുതൽ ഇല്ലാത്ത ആരോപണങ്ങൾ വരെ പ്രചരിക്കും. ഇതിനിടയ്ക്ക് ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം പറ്റും, അതും പ്രശ്നമാണ്. രഹസ്യമായിട്ട് ചെയ്യുന്ന ഏർപ്പാടുകളെല്ലാം പരസ്യപ്പെടും, നാണം കെടും. അപ്പം ദുഷ്കീർത്തി, അപമാനം, സാമ്പത്തിക നഷ്ടം, തസ്കര ഭയം, നിയമപരമായിട്ടുള്ള പ്രതിസന്ധികൾ, ഇതെല്ലാം നീചനായ ശനിയുടെ കാലത്ത് പ്രതീക്ഷിക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ, വീഴ്ചകൾ ഉണ്ടാകുന്ന ഒടിവ് ചതവുകൾ, ഇതുമെല്ലാം ശുഭനല്ല ശനിയെങ്കിൽ പ്രതീക്ഷിക്കാം. മരണഭയം, ചിലർ പറയാറില്ലേ, ആശുപത്രിയിൽ കിടന്നു മരിച്ചു പോകുമെന്ന് പറഞ്ഞ ഡോക്ടർ അതിൽ നിന്ന് തിരികെ വന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരിക, ശസ്ത്രക്രിയകൾക്ക് വിധേയമാകേണ്ടി വരിക, ബന്ധിഗണങ്ങളും വിശ്വസിച്ചിരുന്നവരൊക്കെ ചതിക്കുക, പ്രണയ വിഷയങ്ങളിലൊക്കെ വൻ ചതി ഏറ്റുവാങ്ങുക, ഒറ്റവാക്കി പറഞ്ഞാൽ മാനവും പോയി കയ്യിലിരുന്ന കാശും പോയി എന്ന് പറയുന്ന അവസ്ഥയിലാകുക, രഹസ്യ സമാഗമത്തിന് വേണ്ടിയിട്ട് ചെയ്ത വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ ആ ദൗർബല്യങ്ങളൊക്കെ പ്രചരിപ്പിക്കപ്പെടുക, പൊതുസമൂഹത്തിൽ നാണം കെടുത്തുക, കോടതി വ്യവഹാരങ്ങളിൽ പ്രതികൂലമാവുക. നമ്മളാണ് വാദിയെങ്കിൽ പോലും നമ്മളുടെ വാദത്തിൽ പ്രസക്തിയില്ല എന്ന് പറഞ്ഞവരുടെ ദൂരെ കളയുക. അതുപോലെ തന്നെ അലച്ചിൽ, ഏത് കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അലയേണ്ടി വരിക, ഒരുപാട് കഷ്ടപ്പെടുക, അലച്ചിലുണ്ടാവുക, കാൽമുട്ടിന് താഴേക്കുള്ള ഒടിപ്പ് ചതവുകൾ, വീക്കം, സന്ധിവേദന തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ ഒരു ഭാഗത്ത്, സാമ്പത്തികമായിട്ടുള്ള ശോഷണം വേറൊരു ഭാഗത്ത്, കുടുംബക്കാരും നാട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ ആയിട്ടുള്ള ശത്രുത
വേറൊരു ഭാഗത്ത് ചുരുക്കം പറഞ്ഞാൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരു ജീവിത രീതിയിലൂടെ പോകേണ്ടി വരും. ഇതാണ് ശനി പ്രതികൂലനായ ഉള്ള അവസ്ഥ. അപ്പോൾ ഈ കാലഘട്ടങ്ങളെ കഴിവതും നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വലിയ വിഷയങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും അവരവരുടെ ശനിദശാകാലത്തിൽ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. ശനി പിഴച്ചാൽ ശനിയാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക. നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക. കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തി അന്നം ദാനം ചെയ്യുക. ശിവക്ഷേത്രത്തിൽ പിൻവിളക്കം, ശാസ്താക്ഷേത്രത്തിൽ നീരാജനവും സമർപ്പിക്കുക. ഇനി ഈ നക്ഷത്രജാതരെ സംബന്ധിക്കുന്ന കൂടുതൽ ദശാഫല വിവരണങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.